രുദ്രാത്മികം ഭാഗം 21. എന്തുപറ്റി ലക്ഷ്മിപ്രിയ? ആകെ വിറയ്ക്കുവാണല്ലോ. അവൾക്കരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അരുൺ പതിയെ ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു. നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എനിക്ക് പോണം, എന്നെ അഴിച്ചു വിട്. പതന്നു വരുന്ന ദേഷ്യത്തെ പരമാവധി അടക്കി വെച്ചുകൊണ്ട് ലച്ചു പറഞ്ഞു. ഹാ, അതെന്ത് വർത്താനാ പ്രിയ? നിന്നെ കാണാനും കൊണ്ടുപോകാനുമല്ലേ ഞാൻ അവിടെ നിന്ന് ഇവിടേക്ക് വന്നത്. ഒന്നുമില്ലേലും ഞാൻ നിന്റെ ഭർത്താവല്ലേ? അവളെ നോക്കി ചെയറിൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് ഒരു ചിരിയാലെ അരുൺ പറഞ്ഞു. ഭർത്താവ്? നിനക്ക് എന്നോട് ആത്മാർത്ഥ സ്നേഹമൊന്നുമല്ലല്ലോ. നിന്റെ പ്രതികാരം തീർക്കാൻ ചതിയിലൂടെ എന്നെ വിവാഹം ചെയ്തു. ആ ബന്ധം അന്നത്തോടെ അവസാനിപ്പിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അലറിക്കൊണ്ടായിരുന്നു ലച്ചു അത് പറഞ്ഞത്. രുദ്രൻ്റെയും ആമിയുടെയും ജീവിതവും അവർ തമ്മിലുള്ള സ്നേഹവും ഒക്കെ കണ്ട് ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു ലച്ചു. ശരിയാ നീ പറഞ്ഞത്. ചതിയിലൂടെ പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിവാഹം ചെയ്തത്. ഞാനങ്ങനെ ചെയ്യാനുള്ള കാരണം നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പുച്ഛത്തോടെ അരുൺ പറയുന്നത് കേട്ടപ്പോൾ അവളുടെ ചിന്ത അന്നത്തെ ദിവസത്തിലേക്ക് പോയി. ഫ്ലാഷ് ബാക്ക്. രുദ്രനെ കാണുന്നതിന് മുമ്പേ പലരുമായി ഓരോ കൊല്ലവും പ്രണയവും പിന്നീട് ബ്രേക്കപ്പുമായി ഫ്രണ്ട്സിൻ്റെ കൂടെ ലച്ചു അടിച്ചു പൊളിച്ചിരുന്ന കാലം. പക്ഷേ രുദ്രനെ കണ്ടപ്പോൾ ആ നിമിഷം മുതൽ പിന്നെ വേറെ ആരെയും തമാശയ്ക്ക് പോലും നോക്കിയിരുന്നില്ല. ആരെ കാണുമ്പോഴും പുച്ഛത്തോടെ മുഖം തിരിക്കുകയാണ് പതിവ്. അതിനുശേഷം അവളോട് ഇഷ്ടം പറഞ്ഞു വരുന്നവരെയൊക്കെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും അല്ലാതെയും കളിയാക്കിയും പരിഹസിച്ചുമാണ് ചെയ്യാറ്. അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം സിറ്റി മാളിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുഡ് കോർണറിൽ ഇരിക്കുമ്പോൾ ഒരു ചെക്കനെ കണ്ടത്. കുറേ നേരമായി അവനും ഫ്രണ്ട്സും അവളെ തന്നെ നോക്കിയിരിക്കുന്നത് ലച്ചു ശ്രദ്ധിച്ചിരുന്നു. മാത്രമല്ല ഇതിനു മുമ്പും അവൾ അറിയാതെ അവൾക്ക് പിറകെ അവൻ നടക്കുന്നതൊക്കെ അവൾ ശ്രദ്ധിക്കാറുമുണ്ടായിരുന്നു. കണ്ടാൽ ആരും കുറ്റം പറയാത്ത അത്യാവശ്യം ഹൈറ്റും വെയ്റ്റും നിറവും ഒക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും സൂപ്പർ. ലച്ചു ഇടം കണ്ണാലെ അവനെ സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ അവൾക്കരികിലേക്ക് ചെറിയൊരു പതർച്ചയോടെ നടന്നു വരുന്നത് കണ്ട് അവളുടെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി ഉണ്ടായി. ഇരയെ കിട്ടിയ വേട്ടക്കാരൻ്റെ ചിരി. ഹലോ, അരുൺ അവളോട് പുഞ്ചിരിയോടെ പറഞ്ഞു. ഹായ്, ലച്ചു ചെറുചിരിയോടെ അവനോട് പറഞ്ഞു. അപ്പോൾ തന്നെ അവളുടെ ഫ്രണ്ട്സും അവരെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. യെസ്, പറഞ്ഞോളൂ. അവനെ നോക്കി പുച്ഛം നിറഞ്ഞ മുഖത്തോടെ അവൾ പറഞ്ഞു. അവളുടെ ആ മുഖം കണ്ടപ്പോൾ തന്നെ അവന് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. എന്നാൽ തിരിഞ്ഞ് ഫ്രണ്ട്സിനെ നോക്കിയപ്പോൾ അവർ അവനെ നിർബന്ധിച്ചു. അത് എനിക്ക് തന്നെ ഇഷ്ടമാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹം. അവൻ ബാക്കി പറയുന്നതിന് മുമ്പേ അവരുടെ അടുത്തുകൂടെ പോയ ആളെ തട്ടി അരുൺ അവളുടെ മേലെ വീണു. പെട്ടെന്ന് തന്നെ അവൻ ഞെട്ടിക്കൊണ്ട് അവളിൽ നിന്നും എഴുന്നേറ്റ് മാറിയിരുന്നു. യു ഠേ. അപ്പോൾ തന്നെ ദേഷ്യം കൊണ്ട് വിറച്ച ലച്ചു അവൻ്റെ മുഖം നോക്കി ഒന്ന് കൊടുത്തു. കൂടെ അവളും ഫ്രണ്ട്സും ചേർന്ന് അവനെ ഓരോന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു. അതൊക്കെ കേട്ട് ആളുകളുടെ മുന്നിൽ ആകെ നാണം കെട്ടുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. ആ ഒരു കാര്യത്തിൻ്റെ പുറത്താണ് അരുൺ ചതിയിലൂടെ അവളെ വിവാഹം ചെയ്തത്. എന്തേ ഇപ്പോൾ എല്ലാം ഓർമ്മ വന്നോ? അവൻ്റെ ചോദ്യമാണ് അവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട അവൻ വീണ്ടും തുടർന്നു. ശരിയാ, പ്രതികാരം. അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് തന്നെ. പക്ഷേ പിന്നീട് എപ്പോഴൊക്കെയോ നിന്നെ ഞാൻ ശരിക്കും പ്രണയിച്ചു പോയി പ്രിയ. നേർത്ത സ്വരത്തിലുള്ള അവൻ്റെ വാക്കുകൾ കേട്ട അവൾ ഞെട്ടലോടെ അവനെ നോക്കി. നിനക്കിപ്പോഴും എന്നെ വിശ്വാസമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അത് നിന്റെ മുഖത്ത് തന്നെ പ്രതിഫലിക്കുന്നുമുണ്ട്. ഒന്ന് നിർത്തിക്കൊണ്ടവൻ വീണ്ടും തുടർന്നു. നീ അന്ന് എന്നെ തലക്കടിച്ചു പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ എന്നെ കാണാൻ വന്നത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ബോധമറിഞ്ഞു കിടക്കുന്ന എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും നോക്കിയതുമൊക്കെ അവനായിരുന്നു. വേദന നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ പറയുന്നത് ഓരോന്നും ലച്ചു കേട്ടിരുന്നു. അപ്പോഴും അവനോട് ഒന്നും അവൾ മിണ്ടിയിരുന്നില്ല. അന്നൊക്കെ നിന്നോട് എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു. പോകെ പോകെയാണ് എനിക്ക് തന്നെ മനസ്സിലായത്. നിന്നെ ഞാൻ ചതിച്ചതാണ് എന്ന് മനസ്സിലാക്കിയാണ് നീ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന്. അന്ന് അതൊക്കെ ഓർത്തപ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നി. എങ്ങനെയെങ്കിലും നിന്നെ കണ്ട് മാപ്പ് പറയണമെന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് മുറിവൊക്കെ ഓക്കെ ആവുന്നത് വരെ ഞാൻ കാത്തിരുന്നത്. പിന്നെ നീ എങ്ങനെ പ്രതികരിക്കും എന്നോർത്താണ് ഞാൻ നിന്നെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നത്. ഇനി എനിക്ക് നിന്നെ വേണം പ്രിയ. നമുക്ക് തിരികെ പോകാം. ഞാൻ ചെയ്തതിനൊക്കെ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അരുൺ പറയുന്നത് കേട്ടപ്പോൾ ലച്ചു ഒരു നിമിഷം മനസ്സിൽ ആലോചിച്ചു. ശേഷം പല കാര്യവും മനസ്സിൽ കുറിച്ചുകൊണ്ട് അവൾ അരുണിനെ നോക്കി പ്രണയത്തോടെ പുഞ്ചിരിച്ചു. ഞാൻ വരാം അരുണേട്ടാ. നിങ്ങളെ മറക്കാൻ എനിക്കും ആവുന്നില്ലായിരുന്നു. എത്ര പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ. അന്ന് ദേഷ്യത്തിൽ ചെയ്തു പോയതിന് ഞാനും ക്ഷമ ചോദിക്കുന്നു. ലച്ചുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് അരുണിന് ശ്വാസം ഒന്ന് നേരെ വീണത്. അവൻ അപ്പോൾ തന്നെ അവളെ ബന്ധിച്ചിരുന്ന കെട്ടുകളൊക്കെ അഴിച്ചു മാറ്റി അവളെ വാരിപ്പുണർന്നു.
കുറച്ചുനേരം അങ്ങനെ നിന്ന ശേഷം ലച്ചു അവനിൽ നിന്നും അടർന്നു മാറി. അരുണേട്ടാ, സ്വരത്തിൽ തേനും പാലും ചാലിച്ചു കൊണ്ടവൾ വിളിച്ചു. എന്താ പ്രിയ, നിനക്ക് എന്നോടെന്തോ പറയാനുണ്ടല്ലോ? അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് അരുൺ ചിരിയോടെ ചോദിച്ചു. ഏട്ടാ, ഞാൻ ഇത്രയും ദിവസം വീട്ടിലായിരുന്നു. അവർക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറി. അതുകൊണ്ട് നമുക്ക് അവിടെ പോയി കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ചു പോയാൽ പോരെ? അവൾ പറയുന്നത് കേട്ട് അരുൺ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. ഹാ, നിന്റെ ഒരു ആഗ്രഹമല്ലേ, ഇപ്പോൾ തന്നെ പോയേക്കാം. അവൻ അത് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ലച്ചു അവൻ്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. അപ്പോൾ തന്നെ അവർ ഇരുവരും ശ്രീനിലയത്തിലേക്ക് തിരിച്ചിരുന്നു. ഇതേ സമയം ശ്രീനിലയത്തിൽ വീടിന് മുന്നിൽ കാർ നിർത്തിയപ്പോൾ രുദ്രൻ തന്നെ ആമിയെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പുറത്തെ സോഫയിൽ കൊണ്ടിരുത്തി. അപ്പോഴേക്കും വേദികയും സഞ്ജയും അവളുടെ അടുത്ത് ചെന്ന് ഓരോന്നും ചോദിക്കാൻ തുടങ്ങിയിരുന്നു. ദീപുവും ആമയുടെ അടുത്ത് തന്നെ ചെന്നിരുന്നു. രുദ്രൻ അതൊക്കെ കണ്ട് തൂണും ചാരി നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവിടേക്കൊരു ടാക്സി വന്ന് നിർത്തിയത്. അതിൽ നിന്നും ലച്ചുവും അരുണും ഇറങ്ങി. ഇതേസമയം ലച്ചുവിനെ കണ്ട ദീപുവിൽ ദേഷ്യമാണെങ്കിൽ ആമിയിൽ വല്ലാത്തൊരു പേടിയായിരുന്നു. കാരണമറിയാത്ത എന്തോ ഒരു വേദന വന്നവളെ പൊതിയുന്നുണ്ടായിരുന്നു. ഇതേസമയം അരുണിനെ നോക്കി കണ്ട് വരാൻ കാണിച്ച് എന്തും നേരിടാനുള്ള മനോബലത്തോടെ വീടിൻ്റെ പടിയിലേക്ക് കയറിയ ലച്ചുവിൻ്റെ അരികിലേക്ക് രുദ്രൻ പാഞ്ഞെടുത്തതും ആദ്യം അവളുടെ മുഖം നോക്കി ഒന്ന് കൊടുത്തു. പിന്നെ ഇറുക്കെ കെട്ടിപ്പിടിച്ചതും നിമിഷ നേരം കൊണ്ടായിരുന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവിടെ ഉണ്ടായിരുന്നവർ എല്ലാം ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചുകൊണ്ട് എഴുന്നേറ്റു. ലച്ചു ആണെങ്കിൽ നടക്കുന്നത് സത്യമാണോ മിഥ്യയാണോ എന്നറിയാത്ത അവസ്ഥയിലുമായിരുന്നു. എവിടെ ആയിരുന്നു ലച്ചു നീ? ഞാൻ എത്ര പേടിച്ചു എന്നറിയോ? ഇനി എന്നോട് പറയാതെ നീ എവിടെയും പോകല്ലേ മോളെ. അവളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് രുദ്രൻ പറയുന്നത് കേട്ട് ലച്ചു ഞെട്ടലോടെ അവൻ്റെ കൈക്കുള്ളിൽ നിന്നു. ദീപുവും അരുണുമാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയായിരുന്നു. ഈ സമയം കൺമുന്നിൽ നടന്നതൊക്കെ കണ്ട ആമി വിതുമ്പിക്കൊണ്ട് രുദ്രനെ നോക്കി. കരച്ചിൽ പുറത്തു വരാതിരിക്കാൻ വേണ്ടി അവൾ സ്വയം വായ പൊത്തി. എന്നാൽ അതൊന്നും നോക്കാതെ ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു രുദ്രൻ.